ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് ഫ്രഞ്ച് നോട്ടാണ് നോക്കാൻ പോകുന്നത്. ഫ്രഞ്ച് നോട്ട് നമുക്കിങ്ങനെ കുത്തു പോലത്തെ ഉള്ളൊരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എംബ്രോയ്ഡറി നൂലാണ്. നമ്മുടെ എംബ്രോയ്ഡറി നൂല് 6 ഇഴയാണ്. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടി 6 ഇഴയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 3 ഇഴയും യൂസ് ചെയ്യാം. 6 ഇഴ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫില്ലിംഗ് ആയിട്ട് തോന്നും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് 3 ഇഴയാണെങ്കിൽ ഈ 6 ഇഴയിൽ നിന്നും 3 ഇഴ സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എംബ്രോയ്ഡറി നീഡിലാണ്. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി നീഡിൻ്റെ ഉള്ളിലൂടെ പിന്നെ നമ്മുടെ ഈ നൂല് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗം നമ്മൾ കെട്ടിട്ടിട്ടും ഒരു ഭാഗം ഫ്രീ ആക്കിയിട്ടുമാണ് വെക്കാറുള്ളത്. അപ്പം ഇത് ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ ഞാനിത് രണ്ടെണ്ണം കറക്റ്റായിട്ട് ചെയ്ത ശേഷമായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. കുറച്ച് ടഫാണ് ചെയ്യാനായിട്ട്. നമ്മൾ ഇതുപോലെ അടിയിൽ നിന്ന് കുത്തിയെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ചുറ്റി കൊടുത്ത ശേഷം നമ്മൾ അവിടെ തന്നെ കുത്തി ഇറക്കുകയാണ്. അങ്ങനെ കുത്തി ഇറക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ നൂല് പിന്നെ കുറച്ച് ടൈറ്റായിട്ട് ഈ ഒരു കൈ കൊണ്ട് പിടിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫ്രഞ്ച് നോട്ട് കിട്ടുള്ളൂ. ശരിക്കും ഇപ്പോൾ ദാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നമുക്ക് കുത്തായിട്ടുള്ള ഡിസൈൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഡേ വീണ്ടും ഞാൻ അതുപോലെ തന്നെ ചെയ്യുകയാണ്. നമ്മൾ കുത്തിയെടുത്തു, അതിന് ശേഷം ഇതിൽ ചുറ്റി കൊടുക്കുകയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ചുറ്റി കൊടുക്കാം. അപ്പം ഞാനൊരു 3-4 ചുറ്റൽ ചുറ്റിയിട്ട് ഇതുപോലെ താഴേക്ക് ഇറക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ഈ ഒരു ചുറ്റൽ ശരിക്കും മുറുക്കി പിടിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ പിക്ചർ ഫിനിഷ് ചെയ്യാണ്. വീണ്ടും നമ്മൾ ഒരു 3-4 ചുറ്റൽ ചുറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു കൈ കൊണ്ട് ആ സൂചി പിടിക്കാത്ത കൈ കൊണ്ട് നമ്മൾ നല്ല ടൈറ്റായിട്ട് പിടിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു നോട്ട് ശരിക്കും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് നോട്ടിൻ്റെ ഡിസൈന് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ചെറിയ പൊങ്ങലും അവിടെ ഇവിടെ പൊങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല. നല്ല ടൈറ്റായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റെം, അതായത് നമ്മുടെ ഈ ചെടികളുടെയൊക്കെ സ്റ്റെമ്മിന് നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നെ സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. നമുക്കിവിടെ ചെയിൻ സ്റ്റിച്ചാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സ്ഥലത്ത് കുത്തി മറ്റേ സ്ഥലത്ത് കുത്തി ഇറക്കി ഇതിൻ്റെ മേലിൽ കൂടെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയിനായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ കുത്തുക, എന്നിട്ട് തൊട്ടടുത്ത് കുത്തി കയറ്റുക, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ നൂലിട്ടിട്ട് വലിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് വലിച്ചു കഴിയുമ്പോൾ ഇതുപോലൊരു ചെയിന് പോലെ നമുക്കിങ്ങനെ ഈ ഒരു സ്റ്റിച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിന് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ, ഈ സ്റ്റെം മുഴുവനും ഈ ഒരു ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ.
ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് പ്രാക്ടീസ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതുപോലെ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ടൈറ്റായിട്ട് മറ്റേ കൈ കൊണ്ട് പിടിച്ചിട്ട് വേണം ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ തരാം. ടേക്ക് കെയർ, ബൈ.